മക്കളെ, ഇതും ടീച്ചർ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് എനിക്കൊരു ആദ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എനിക്ക് ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, എന്താണ് അലിട്രേഷൻ? അലിട്രേഷൻ എന്ന് വെച്ചാലേ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയും. നിങ്ങൾ മലയാളം പഠിക്കുമ്പോൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൽ ആ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസോണൻറ്റ് സൗണ്ട്, ആ ചില സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, എഫ് റിപ്പീറ്റ് ചെയ്ത് വന്നല്ലേ. അപ്പോൾ നോക്കി ഒരു ലൈൻ എടുക്കുമ്പോൾ ചില വേർഡ്സുകൾ അതേ സൗണ്ടിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുക. ഇനി ഇതിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. ദ സ്കൈ അല്ലേ, എസ് എന്ന് പറയുന്ന സൗണ്ടാണ് വരുന്നത്. സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. കണ്ടോ, എസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സൗണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇൻ ദ ഫസ്റ്റ് ലൈൻ കണ്ട, ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ഇനീഷ്യൽ സൗണ്ട് എസ് ഇൻ ദ സ്കൈ ഈസ് റിപ്പീറ്റഡ് ഇൻ ദ സൺ ആൻഡ് സ്റ്റാർസ് ഓൾസോ. അപ്പോൾ സ്കൈ എന്ന് പറയുമ്പോഴും സൺ എന്ന് പറയുമ്പോഴും സ്റ്റാർസ് എന്ന് പറയുമ്പോഴും ഇസ് എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ ദ റിപ്പീറ്റേഷൻ ഈസ് കോൾഡ് അലിട്രേഷൻ. ഇങ്ങനെ കൺസോണൻറ്റ് സൗണ്ടിൻ്റെ റിപ്പീറ്റേഷനാണ് എന്തെന്ന് പറയുന്നത്, അലിട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസോണൻറ്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോയം ഈസ് കോൾഡ് അലിട്രേഷൻ. ഓക്കെ.